ഡിയേഴ്സ് ഒരു എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം കൂടും. അതുമാത്രമല്ല കൂടുതൽ നേരം ലൈംഗികത്തിൽ ഏർപ്പെടാനൊക്കെ സഹായിക്കും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത കൊണ്ടുണ്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. എവിടെ നിന്നും ചെയ്യാം, ഏത് പബ്ലിക്കിൽ നിന്നും ചെയ്യാം. ഇതാണ് എൻ്റെ ഗുണം. അങ്ങനെ ഒരു എക്സസൈസ് ഉണ്ട്, അതാണ് കീഗൽ എക്സസൈസ്. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുരുങ്ങി പോയ ലിംഗത്തിനൊക്കെ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഇത് സ്ത്രീകളാണ് ചെയ്തെങ്കിലോ അവരുടെ ലൂസായിട്ടുള്ള യോനിയൊക്കെ ടൈറ്റ് ആവാനും സഹായിക്കും. അപ്പോൾ ഇന്ന് എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യരുത് എന്നുള്ളത് കുറേ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും ഒന്നും കത്തിയിട്ടില്ല, എങ്ങനെ ചെയ്യരുത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്, ശിലാജിത്ത് പുരുഷൻ്റെ പ്രത്യുൽപാദനത്തിന് വളരെയധികം ഹെൽത്തി ആയിരിക്കും. സ്റ്റാമിന കൂട്ടും, എനർജി കൂട്ടും, പുരുഷ ഹോർമോൺ കൂട്ടും. അതേപോലെ കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടി വരും. പെട്ടെന്ന് ശുക്ലം പോകുന്നവർക്ക് അതൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ശിലാജിത്ത് കഴിക്കുമ്പോൾ ഇതിങ്ങനെയാണ്? അതിൽ ഫ്ലോവിക് ആസിഡിൽ സിങ്കും മയേണും കോപ്പറും സിൽവറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാമിന എനർജി ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. നല്ല ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനൊക്കെ സഹായിക്കും. പക്ഷെ മിക്ക ആളുകളും ഇത് കഴിക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ട്, ടേസ്റ്റ്. എന്നാൽ വളരെ യമ്മി ജ്യൂസി തേൻ പോലെ കഴിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിലോ അതും ദിവസം 2 നേരമൊന്നും വേണ്ട, ഒരൊറ്റ ഷൂട്ട്. അതാണ് സേസൻ്റെ പവർ ഷൂട്ട്. ഇതിൽ നല്ല നാച്ചുറൽ ഹണിയാണ് കേട്ടോ ഉള്ളത്. ഇതിൽ 30 എണ്ണം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. 2 നേരം കലക്കി കൊടുക്കുന്ന ശിലാജിത്ത് ഇതിലൊരൊറ്റ ഇതിൻ്റെ ഫലം കിട്ടും. ദിവസം 1 യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ടിയർ ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ സിപ്പ് ചെയ്യാം. എമ്മിയാണ്, ട്രാവൽ ഫ്രണ്ട്ലിയാണ്, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. എല്ലാ ആളുകൾക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഫിറ്റ്നസ് ട്രെയിനർ ആണെങ്കിലോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ടെസ്റ്റോസ്റ്റിറോണൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ എനർജിയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ ഭയങ്കര ഓഫീസ് വർക്കും തിരക്കും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നവർക്ക് ഇത് 2 കീശിലിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സെക്ഷൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. 70% പ്ലസ് ഫ്ലോവിക് ആസിഡാണ് നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് ലാബ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നതാണ്. 100% ആയുർവേദിക്കാണ്. അതുപോലെ തന്നെ ഷുഗർ ഇതിൽ ആഡ് ചെയ്തിട്ടേ ഇല്ല. ഹൈ ഗ്രേഡ് ശിലാജിത്താണ്, ആയുഷ് സർട്ടിഫൈഡുമാണ്, സേഫാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഗെയിം ചേഞ്ചർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അപ്പോൾ നമ്മളെ കാര്യത്തിലേക്ക് വരാം. ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഈ കീഗൽ എക്സസൈസ് 2 പേരും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം പോയിട്ട് മൂത്രം ഒഴിക്കുക, ബ്ലാഡറൊക്കെ എത്തിയാക്കുക. അതായത് നമ്മളുടെ സ്വകാര്യ ഭാഗത്തുള്ള ആ ഭാഗത്തെ മസിലിൽ നമ്മളിങ്ങനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യണം. അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡൊക്കെ പിടിക്കണം. എന്നിട്ട് അങ്ങ് റിലാക്സ് ആക്കണം. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള മസിൽസ് ആണോ ഹോൾഡ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അതായത് ഇപ്പോൾ പുരുഷനാണെങ്കിൽ എന്ത് ചെയ്യാം, മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി നിൽക്കുന്നതെന്ന് വെച്ചോ, മൂത്രമൊഴിച്ച് കുറച്ചങ്ങ് എത്തുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, പകുതി എത്തുമ്പോൾ തന്നെ. അപ്പം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു മസിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ കുറച്ച് പാസ് ചെയ്യുക, പിന്നെ ഹോൾഡ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ മസിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അങ്ങനെ ചെയ്യണം എന്നല്ല പറയും. ഇങ്ങനെ നിങ്ങൾ 1 മാസമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നിയും ഇതിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ആ പരിപാടി ചെയ്ത് നിങ്ങൾ മസിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ഇങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്നതെന്ന് വെച്ചോ, ആ സമയത്ത് നിങ്ങൾ മൂത്രം പിടിച്ചിങ്ങനെ വെക്കുന്ന പിടിക്കൂല ഇങ്ങനെ, ആ പിടിക്കുന്ന ആ മസിലാണ് നിങ്ങളിങ്ങനെ ടൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പം മനസ്സിലായില്ലേ ഏത് ഭാഗമാണ്? ഇനി ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കത് അറിയാൻ വേണ്ടിയിട്ട് സ്ത്രീകളാണെങ്കിൽ യോനിയിൽ വിരലിട്ടിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കുക. അപ്പം അതിൽ കൺട്രാക്ട് ചെയ്യുന്നുണ്ടോ, അത് ടൈറ്റ് ആവുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ മസിലത് കറക്റ്റാണ്. പുരുഷനാണെങ്കിൽ അത് മലദ്വാരത്തിൻ്റെ ആ ഭാഗത്ത് കൈയിടണ്ട, നിങ്ങൾ തൊട്ട് നോക്കിയാൽ മതി ടൈറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതൊരു നല്ല ഡീപ്പ് ബ്രീത്തൊക്കെ എടുക്കുക, ഒന്ന് റിലാക്സ് ആവും. എന്നിട്ട് നിങ്ങൾ TV കാണാതിരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എവിടെ ആയിക്കോട്ടെ നിങ്ങളിത് ചെയ്യുന്ന ആരും അറിയത്തില്ല. ഒരു ദിവസം 3 തവണ ചെയ്യാം ഇങ്ങനെ, 10 തവണ വെച്ചിട്ട്. അതായത് ഹോൾഡ് ചെയ്യുക, 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, പിന്നെ ഇങ്ങനെ ആക്കുക. അങ്ങനെ ഒരു 10 തവണ, അങ്ങനെ 3 നേരമായിട്ട് ചെയ്യണം. പുരുഷനും സ്ത്രീയും ഇങ്ങനെ ചെയ്യണം. സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഭയങ്കര അധികം ടൈറ്റ് പിടിക്കുമ്പോൾ കൂടുതൽ ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത്
ഈ വേദനയുള്ളൊരു ലൈംഗികബന്ധമൊക്കെ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം ടൈറ്റായിട്ടൊന്നും പിടിക്കണ്ട. ലൂസൊക്കെ ആയിട്ടുള്ളവർ നല്ല ടൈറ്റായിട്ട് പിടിച്ചു. ടൈറ്റൊക്കെ ആയിട്ടുള്ളവർ ഇതിങ്ങനെ അധികം ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വയറിൻ്റെയും തൊടേൻ്റെയും ഭാഗത്തെ മസിലൊന്നും ടൈറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശുക്ലം വരുമ്പോൾ പെട്ടെന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു കപ്പാസിറ്റി ആ ഭാഗത്തെ മസിൽസിലേക്ക് നല്ല ബ്ലഡ് ഫ്ലോ എത്തിയിട്ട് അവിടുത്തെ മസിൽസൊക്കെ സ്ട്രോങ് ആവാനോ അതേപോലെ ഈ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള കഴിവ് കിട്ടും. അപ്പോൾ കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാൻ പറ്റും. ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ അങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ ചുരുങ്ങിയതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ലിംഗത്തിൽ യഥാർത്ഥ സൈസിലേക്ക് വരാൻ സഹായിക്കും. സ്ത്രീകൾക്ക് ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ അങ്ങോട്ട് എത്തുന്നുണ്ടല്ലേ ഇലാസ്റ്റിക് കൂടാനും ഏത് സെല്ലുകൾക്ക് ടൈറ്റ് ആവാനൊക്കെ സഹായിക്കും. ഓക്കെ, ഈ സമയം ചെയ്യുമ്പോൾ നല്ലതായിട്ട് വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത്